കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പരീക്ഷ, അതിൻ്റെ ബലം. ചിലർക്ക് റീടെസ്റ്റ്, പിന്നെ അതിൻ്റെ പരിണിത ബലം. ചൂടേറിയ പച്ചപ്പരമാർത്ഥങ്ങൾക്കൊടുവിൽ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒരിടം. ആശ്വാസം. എല്ലാം ഭംഗിയായി നടന്നു. വെക്കേഷൻ മോഡ് ഓണായി. അത് സൂപ്പർ. യൂണിഫോമും സ്കൂൾ ബാഗും ഇട്ട് മിന്നിച്ചേക്കണേ ദൈവമേ എന്ന് മനസ്സിൽ തൊട്ട പ്രാർത്ഥനയുമായി അടുത്ത അധ്യയന വർഷത്തിലേക്ക് കയറുന്നതിനു മുന്നേയുള്ള ഈ മാസത്തിൽ, ആസ്വദിക്കാൻ മാമ്പഴവും മഴയും ഒപ്പമുള്ള ഈ മെയ് മാസത്തിൽ, എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഹാപ്പി വെക്കേഷൻ വിഷസ്. കഴിഞ്ഞ ഒരു വർഷക്കാലം സെൻറ്റ് ഫിലോമിന സ്കൂളിൻ്റെ ഈഡൻ ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൈബ്രറിക്കും ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമിനും ശേഷമുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്വന്തം 5D ക്ലാസ് റൂം ആയിരുന്നു. കളിച്ചിരിയും കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകളും വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രചോദനങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം ഉൾക്കൊണ്ട 4 ചുവരുകൾ, അതിലെ കുരുന്ന ശലഭങ്ങൾ, ഞങ്ങളുടെ സ്വന്തം 5D. അതേ ക്ലാസ്സിലേക്ക് ഇനിയൊരു മടക്കയാത്ര ഇല്ലെങ്കിലും ഈ റേഡിയോ പ്രിയോർ എപ്പിസോഡ് ഞങ്ങളുടെയാണ്. പല പല ഡിവിഷനിലേക്ക് മാറ്റപ്പെടുന്ന തീരുമാനങ്ങൾ അണിയറയിൽ നടക്കട്ടെ. അതുവരേക്കും ഞങ്ങൾ ഒരുമിച്ച്. 5D കുട്ടികൾക്കൊപ്പം ഞാൻ അവരുടെ ക്ലാസ് ടീച്ചർ ഫ്ലഫീന ലിവേറോ, സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ക്യാച്ച് ദം യങ് എന്നാണല്ലോ കുരുന്നുകളിൽ കുരുന്നിലെ തന്നെ ഈശ്വരൻ പാകിയിട്ടുണ്ട് വൃക്ഷമാകാനുള്ള വിത്ത്. ഈ റേഡിയോ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യവും അതുതന്നെ. ഞങ്ങളുടെ ക്ലാസ്സിൽ രചനാ മികവോടെ മലയാളം എഴുതുന്ന കുട്ടിയാണ് ജിസ്ന. വരും കാലങ്ങളിൽ കൂടുതൽ മികവ് തെളിയിക്കാൻ ഈ കുരുന്നിനാകട്ടെ. ജിസ്ന മെയ് 2 നടന്ന തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നു. എന്നിലലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ. എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്നിലലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ. എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാൻ ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം
കടലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാൻ. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ. പിന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. വെക്കേഷനായിട്ട് പലരും ട്രിപ്പിങ്ങിലായിരിക്കും അല്ലേ? ഭൂഗോളത്തിൻ്റെ അങ്ങേ അറ്റത്ത് വരെ ഒന്ന് പോയി വരാൻ ചാൻസ് കിട്ടിയാലോ? അമ്മോ, അടിപൊളിയായിരിക്കും. തൽക്കാലം നമ്മുടെ അഭിനവ് ASൻ്റെ കൂടെ ഒന്ന് തലസ്ഥാനം വരെ പോയിട്ട് വരാം. ഞങ്ങളുടെ ക്ലാസ്സിലെ പാട്ടുകാരനാണ് അഭിനവ് AS, അന്താക്ഷരി മത്സരത്തിലെ സ്ഥിരം വിജയി. എൻ്റെ പേര് അഭിനവ് AS. ഞാൻ 5Dയിൽ പഠിക്കുന്നു. ഞാൻ എൻ്റെ ഒരു യാത്രാ അനുഭവം വിവരിക്കാം. മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒരു ടൂർ പോയി. ട്രാവലറിലായിരുന്നു യാത്ര. ഞങ്ങളുടെ സംഘത്തിൽ മൊത്തം 12 പേരുണ്ടായിരുന്നു. ശനിയാഴ്ച വെളുപ്പിന് 4:30 മണിക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. റോട്ടിലെങ്ങും ഹൈവേയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 11 മണിയോടടുപ്പിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. ആദ്യം ഞങ്ങൾ പോയത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കും കിഴക്കും വശത്ത് പത്മതീർത്ഥക്കുളമുണ്ട്. 18 അടി നീളമുള്ള അനന്തശായിയായ മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് തെക്ക് വശത്തേക്കുള്ള റോഡിൽ ഒരു വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. നേതാക്കൾ, കായിക താരങ്ങൾ തുടങ്ങിയ 30-ലധികം പ്രതിമകൾ അവിടെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഉച്ചയൂണ് കഴിച്ച് കാഴ്ച ബംഗ്ലാവിലോട്ട് യാത്ര തിരിച്ചു. സിംഹവാലൻകുരങ്ങ്, കടുവ, കാട്ടുപോത്ത്, വിവിധയിന പക്ഷികൾ, പാമ്പുകൾ എന്നിവയെ അവിടെ കണ്ടു. ആർട്ട് ഗാലറി, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ കൂടി കണ്ടു. അവസാനമായി ഞങ്ങൾ പോയത് കോവളം ബീച്ചിലേക്കായിരുന്നു. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ച. കുറേ നേരം ഞാൻ കടലിൽ കളിച്ചു കുളിച്ചു. പിന്നെ സ്പീഡ് ബോട്ടിൽ കടലിലൂടെ ഒരു ചെറിയ റൈഡും നടത്തി. സൺസെറ്റും കണ്ട് ചായ കുടിച്ച് 7 മണിയോടെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. വഴിയിൽ ലൈറ്റായി ഡിന്നറും കഴിച്ചു. ഞായറാഴ്ച വെളുപ്പിന് 2:45 ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ.
ചിത്രശലഭങ്ങൾക്ക് ഭംഗി അവയുടെ ചിറകുകളാണ്. ആ ചിറകുകളിൽ പാറി പറക്കുന്നതും. കുട്ടികൾ പറക്കട്ടെ, അവരുടെ കഴിവുകൾ വിടർത്തി. സർഗവേള പീരീഡിൽ ക്ലാസ് റൂമിലെ ഡെസ്കിൽ താളം കൊട്ടുന്ന അഭിനന്ദിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതൊന്ന് കേട്ടാലോ? ചിലർ കഥ പറയുമ്പോൾ കൺമുന്നിൽ കാണുന്നത് പോലെ തോന്നും, ഇല്ലേ? സത്യത്തിൽ പല സിനിമകളായത് കഥ പറയാനുള്ള തിരക്കഥാകൃത്തിൻ്റെയോ ഡയറക്ടറുടെയോ കഴിവുകൊണ്ടല്ലേ? ഇന്നത്തെ കുരുന്നുകൾ നാളെയുടെ പ്രതിഭകൾ. ഇതൊരു ഇംഗ്ലീഷ് ചെറുകഥയാണ്. തനിക്ക് ചിത്രം വരയ്ക്കാനുള്ള അതേ മികവോടെ കഥ പറയാൻ എത്തുന്നു നിരഞ്ജന. Story: The Ant and the Dove. Once upon a time, a very thirsty ant was drinking water from the river. Suddenly, the ant lost his balance and fell into the river water. "Help! Help! Help!" cried the ant, but no one could hear his cries. A dove sitting on a tree nearby saw that the ant was in trouble. She quickly plucked off a leaf from the tree and dropped it into the water. "Help! Help! Help!" The ant climbed on the leaf. He thanked the dove for saving his life. After a few days, the dove was sitting on a tree. The ant saw a hunter aiming his arrow at the dove. The ant knew that his friend dove was in danger. He quickly bit the hunter's leg. The hunter cried in pain. The hunter's arrow missed the dove. This time, the ant saved the dove. The dove thanked the ant for saving her life, and they became friends forever. Moral of the story is, if you do good, good will come to you. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. അവധി ദിവസങ്ങളായി പോയതുകൊണ്ട് കുട്ടികൾക്ക് ഗ്രൂപ്പ് ഐറ്റംസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ പ്രശ്നം നികത്തിക്കൊണ്ട് ക്ലാസ് ലീഡർ ഇവാനിയ KS വന്നു. പ്രശ്നപരിഹാരം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണല്ലോ. ഇവാനിയയും കൂടെ അനിയത്തിയും ചേർന്നുകൊണ്ട് ഒരു സ്കിറ്റ്. വിഷയം ഫോൺ ചാർജർ. സോഫയുടെ അടിയിൽ നോക്കി ഇവാനിയ. എൻ്റെ ചാർജർ എവിടെ പോയി? ഇത് വീടാണോ ബ്ലാക്ക് ഹോൾ ആണോ? ഓടി വന്ന് ബ്ലെസ്ലി. ചേച്ചി, ചാർജർ എൻ്റെ കയ്യിലുണ്ട്. 1% ജീവൻ രക്ഷാ മരുന്ന്.
എൻ്റെ ചാർജർ നീ എന്തിനെടുത്തു? നിന്റെ ഫോണിന് വേറെ ചാർജറില്ലേ? ഉണ്ട്, പക്ഷെ അതിൻ്റെ കാലൊടിഞ്ഞു. ഇത് നല്ല സ്പീഡാ, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. എന്നിട്ട് എൻ്റെ ഫോൺ 0% കിടക്കുന്നു. ഞാൻ ഇങ്ങനെ റീൽസ് കാണും. ചേച്ചി 2 മിനിറ്റ് ക്ഷമിക്ക്, 99% തരാം, പ്രോമിസ്. 2 മിനിറ്റോ? നീ 2 മണിക്കൂറായി ഇത് പിടിച്ചിട്ട്. ദേ നോക്ക്, 2% ഇനി 97% കൂടിയേ ഉള്ളൂ. ചാർജറിങ് താടി. നിന്റെ ഫോൺ ചാർജ് ആയിട്ട് എൻ്റെ ചാർജർ കാലിയാകും. ഇത് ചാർജിങ് അല്ല, എനർജി ടെസ്റ്റ്. എന്നാ ഒരു ഡീൽ, ചാർജർ തിരിച്ചു തന്നാൽ ഞാൻ ചേച്ചിക്ക് എൻ്റെ ഹെഡ്സെറ്റ് തരാം. 1 മണിക്കൂർ. നിന്റെ ഹെഡ്സെറ്റോ? അതിൽ ഒരു സൈഡ് ഇല്ലല്ലോ. അതാ പറഞ്ഞത്, മോണോ എഫക്റ്റ്. അമ്മ വിളിച്ചാൽ കേൾക്കാലോ. മതി നിന്റെ ബിസിനസ്. ഇനി എൻ്റെ സാധനം തൊട്ടാൽ കൈ വെട്ടും. അയ്യോ വേണ്ട ചേച്ചി, കൈ പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ചേച്ചിയുടെ ഫോൺ ഓടും? പുട്ടിനിത്തിരി പീര പോലെ. വിനോദത്തിനിടയ്ക്ക് കുറച്ച് വിജ്ഞാനം നല്ലത്. എങ്കിൽ നമുക്ക് കൃഷ്ണദേവനെ വിളിക്കാം. 6ാം ക്ലാസ്സുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാനാണ് ആൾക്കിഷ്ടം. എൻ്റെ പേര് കൃഷ്ണദേവ് ടി.എ. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വെക്കേഷൻ എല്ലാവരും അടിച്ചു പൊളിച്ചോ? എന്തൊരു ചൂടാണല്ലേ! കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതെന്നും അത് എത്രയാണെന്ന് അറിയുമോ? അത് പാലക്കാടാണ്, 41 ഡിഗ്രി സെൽഷ്യസ്. ഇതുപോലെ കേരളത്തെക്കുറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അത് നമ്മുടെ സ്വന്തം മൂന്നാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നാടോടി നൃത്തം ഏതാണ്? തെയ്യം. നമ്മുടെ പിറന്നാൾ പോലെ കേരളത്തിൻ്റെ പിറന്നാൾ ദിനം ഏതാണ്? അത് നവംബർ 1. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. നമുക്ക് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ? ഉത്തരം നെല്ല്, തെങ്ങ്, കശുവണ്ടി എക്സെട്ര. നമ്മുടെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഏതാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ആനമുടി. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹായ് കൂട്ടുകാരെ, വെക്കേഷനൊക്കെ അല്ലേ? കരിമീൻ പൊള്ളിച്ചുണ്ടാക്കിയാലോ? ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞ് കരിമീൻ ക്ലീൻ ആക്കി എടുക്കാം. ഹായ് കൂട്ടുകാരെ, വെക്കേഷനൊക്കെ അല്ലേ? കരിമീൻ പൊള്ളിച്ചുണ്ടാക്കിയാലോ? ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞ് കരിമീൻ ക്ലീൻ ആക്കി എടുക്കാം. ക്ലീൻ ആക്കി വരഞ്ഞു വെച്ച കരിമീനിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് പരട്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ കരിമീൻ വറുത്തെടുക്കാം. വറുത്ത കരിമീൻ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിനാവശ്യമായ മസാല നമുക്ക് ഉണ്ടാക്കാം. കരിമീൻ വറുത്ത എണ്ണയിലേക്ക് വേപ്പില, മുളക്, സവാള, ഉപ്പ് ഇട്ട് വാട്ടണം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒന്നുകൂടി വാട്ടണം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വാട്ടണം. അത് കഴിഞ്ഞ് തക്കാളി കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ് വാട്ടി വെന്ത് വരുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് നല്ല പച്ച വാഴല വേണം. പച്ച വാഴല നമുക്ക് വാട്ടിയെടുക്കണം. ഇനി പറയണെങ്കിൽ ശ്രദ്ധിച്ചേക്കണം. നല്ല വാട്ടിയ ഇല അങ്ങോട്ട് വിരിച്ചിട്ട് അതിനകത്ത് കുറച്ചങ്ങോട്ട് മസാല അങ്ങോട്ട് തേച്ചെടുത്തിട്ട് നല്ല കരിമീനങ്ങോട്ട് വെച്ചിട്ട് അതിനകത്ത് ആ കരിമീൻ കാണാത്ത രീതിയിൽ അങ്ങോട്ട് മസാല അങ്ങോട്ട് പരട്ടിയിട്ട് നല്ലൊരു പോറലേക്കാദ്യം ആ കരിമീൻ അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് വാഴയില കൊണ്ട് പൊതിഞ്ഞ് വാഴയില നാര് കൊണ്ട് കെട്ടി വെക്കണം. ശേഷം നല്ല പരന്ന ചട്ടിയിൽ
വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും നമുക്കെടുക്കണം. എന്നിട്ട് ആ വാഴനാര് നനച്ചിട്ട് നല്ല കരിമീൻ ആ ഗ്രേവിയും കൂടി നല്ല ചോറും കൂട്ടി ഒരു പിടി പിടിച്ച് തിന്നാൽ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. കുട്ടികൾ ഈ പ്രായത്തിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു കഥയിലൂടെ വിവരിക്കുകയാണ് ക്രിസ്റ്റ വർഗീസ്. എന്തിനാ പഠിക്കുന്നേ, അത് ബോറിംഗ് അല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികൾക്കുള്ള മറുപടി ക്രിസ്റ്റ തരും. ഹായ് കൂട്ടുകാരെ, ഞാൻ ഫൈഡിയിൽ നിന്നും ക്രിസ്റ്റ വർഗീസ്. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്നില്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഞാനൊരു ദിവസം വീട്ടിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു ബുക്ക് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് വായിക്ക്. ആ ബുക്കിൽ ഒരു കഥയുണ്ടായിരുന്നു, ഉറുമ്പിൻ്റെ ധാന്യമണികൾ. ആ കഥയിൽ ഉറുമ്പ് മഴക്കാലം വരാൻ പോകുന്നതറിഞ്ഞ് വേനൽക്കാലത്ത് തന്നെ ധാരാളം ധാന്യമണികൾ ശേഖരിച്ചു വെക്കുന്നു. ഇത് കണ്ട് മറ്റു ഉറുമ്പുകൾ കളിയാക്കുകയും കളിക്കാൻ വിളിക്കുകയും ചെയ്യുന്നു. ഉറുമ്പ് മറുപടി പറഞ്ഞു, ഇപ്പോൾ ശേഖരിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് പട്ടിണി കിടക്കേണ്ടി വരും. മഴക്കാലം വന്നപ്പോൾ പുറത്ത് വെള്ളം നിറഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റാതെ മറ്റുറുമ്പുകൾ വിശക്കുമ്പോൾ നേരത്തെ ശേഖരിച്ചു വെച്ച ധാന്യമണികൾ കഴിച്ച് ആ ഉറുമ്പ് സുഖമായി കഴിഞ്ഞു. ഇതിൽ നിന്നും എന്തു മനസ്സിലായി? കഠിനാധ്വാനം ഭാവിയിൽ സന്തോഷം നൽകും. ഇപ്പോൾ നമ്മൾ നന്നായി പഠിച്ചാൽ ഭാവിയിൽ സന്തോഷം നൽകും. നന്ദി, നമസ്കാരം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. എൻ്റെ +2 പഠനകാലം അവസാനിക്കുന്ന വേളയിൽ ഓട്ടോഗ്രാഫ് ബുക്കിൽ പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്ന ബിനു സർ കുറിച്ചു തന്നു, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം. മഹാകവി KC കേശവപിള്ളയുടേതാണ് ഈ വരികൾ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ദശകങ്ങൾ കഴിഞ്ഞ്. മടി പിടിക്കാതെ പരിശ്രമിച്ച് ഒരു നിലയിലൊക്കെ എത്തണോട്ടോ കുട്ടി എന്നായിരിക്കുമല്ലേ എൻ്റെ സാറ് ഈ വരികൾ കടമെടുത്ത് എന്നെ ആശംസിച്ചത്. ഇതേ പരിശ്രമത്തെക്കുറിച്ച് എല്ലാവരോടുമായി പറയാനെത്തുന്നു ഒരു കടമെടുത്ത ഇംഗ്ലീഷ് കവിതയുമായി ജാൻ മരിയ അഥവാ 5D ക്ലാസ് ടോപ്പർ. I am going to recite a poem, Try, Try Again by T.H. Pamber. It is a lesson you should hear. If at first you don't succeed, try, try again. Then your courage should appear. For if you will persevere, you will conquer, never fear. Try, try again. Once or twice, thought you should fail. If you would at last prevail, try, try again. If we strive, 'tis no disagree. Though we do not win the race, what should you do in the case? Try, try again. All that other folks can do, why with patience should not you? Only keep this rule in view. Try, try again. ഇനി കഴിഞ്ഞ വാരത്തിലെ സ്കൂൾ വിശേഷങ്ങൾ കേൾക്കാം. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലക്ഷ്മി MS. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ശ്രീലക്ഷ്മി MS. നമ്മുടെ സ്കൂൾ ന്യൂസ് റൂമിലേക്ക് സ്വാഗതം. വേനൽ അവധിക്ക് സ്കൂൾ അടച്ചിട്ട് ഒരു മാസം പിന്നിട്ടു. 2/7/2026 ശനിയാഴ്ച 5 മുതൽ 9 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ വാർഷിക പരീക്ഷ റിസൾട്ട് സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. വിജയികൾക്ക് ആശംസകൾ. മെയ് 18 ആരംഭിക്കുന്ന FRC ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനായുള്ള സ്കൂൾ ഫുട്ബോൾ ടീം സെലക്ഷൻ മെയ് 5 ചൊവ്വാഴ്ച സെൻറ്റ് ഫിലോമിന സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. പുതിയ അധ്യയന വർഷത്തിലേക്ക് പുതിയ യൂണിഫോമിന് അളവ് കൊടുത്തവർക്ക് മെയ് 5 ചൊവ്വാഴ്ച സ്കൂളിൽ വെച്ച് തയ്ച്ച യൂണിഫോം നൽകി. സെൻറ്റ് ഫിലോമിനാസിൻ്റെ പുതിയ അധ്യയന വർഷം മുതൽ യൂണിഫോമിൻ്റെ ഭാഗമായി ബുധനാഴ്ച യൂണിഫോം, ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. മാതൃഭൂമി സ്ട്രീറ്റ് സർക്കിൾ ചിത്രരചന മത്സരം HSS വിഭാഗം 2ാം സ്ഥാനം ഗൗരിശങ്കർ NS കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ഗൗരിനന്ദ NS 1ാം സ്ഥാനം കരസ്ഥമാക്കി. സഹോദരങ്ങൾ
കൂടിയായ ഇവർ നമ്മുടെ സ്കൂളിലെ സംസ്കൃത അധ്യാപിക വിജയലക്ഷ്മി ടീച്ചറുടെ മക്കളാണ്. NMMS സ്കോളർഷിപ്പ് പരീക്ഷ 2025-26 വിജയി റോസ്മേരി ആൽഫ്രഡ്. നമ്മുടെ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥിയാണ് റോസ്മേരി ആൽഫ്രഡ്. ഈ ഗംഭീര വിജയം കരസ്ഥമാക്കിയ റോസ്മേരിക്ക് അഭിനന്ദനങ്ങൾ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒരുമിച്ചൊരിടത്തല്ലെങ്കിലും ഒരുമയോടെ ചെയ്തെടുത്ത ഒരു എപ്പിസോഡ്. ചടപടെ പ്രോഗ്രാംസ് അയക്കാൻ മുൻകൈയെടുത്ത മാതാപിതാക്കൾ, ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്ത കുട്ടികൾ, അനൗൺസ് ചെയ്യാൻ കിട്ടിയ അവസരം മുതലാക്കിയ ക്ലാസ് ടീച്ചർ. ചിത്രശലഭമായി പാറിപ്പറക്കാൻ ആർക്കാണ് ആശയില്ലാത്തത്? പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നല്ലൊരു അവധിക്കാല ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ.